ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് അല്ലേ? എവിടെയാണ് പോകുന്നത്? തമിഴ്നാട്. അപ്പോൾ നമുക്കിന്ന് തമിഴ്നാട് വരെ പോവാം. ഓക്കെ. അഞ്ജനേയ. അതേ സത്യം. പാവം വരെ ട്രോള. പള്ളിയിൽ നേർച്ചയിടാൻ പോകുന്ന മാമൻ. ആ നിൽക്കുന്നത് മാമന്റെ കമ്പനിക്കാരനാണ് ഗൈസ്. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. സ്ഥലത്തിന്റെ പേരെന്നാ? കരടിക്കുഴി. അയ്യോ, ഒരു കുളം. എന്താ പറയേ? ലൈൻ കട്ട്. ബോർഡർ കിടന്നു ഗൈസ്. തമിഴ്നാട്ടിൽ കയറി. അതിനിവിടെ മഴ പെയ്താ? അതിനിവിടെ മഴ പെയ്താ? തമിഴ്നാട്ടിൽ മഴ പെയ്യത്തില്ലെന്ന് പറയത്തില്ലേ? ആ ബെസ്റ്റ് അല്ലേ? അതെ അതെ. മഴ കുറവാ. തേങ്ങാ വണ്ടി കുറച്ചെടുത്തോണ്ട് പോയാലോ? ഭയങ്കര വിലയാ. 61 തൊട്ട് 61 കുന്നത്തൂര്, 62 റാന്നി പിന്നെ ഇടയ്ക്ക് കയറി വന്നു. അല്ല, അത് ലാസ്റ്റ് വന്ന 63 അങ്കമാലി, 64 ചാലക്കുടി, 65 തിരൂരങ്ങാടി. ഫൈനലി നമ്മളെത്തി ഗൈസ്. ബട്ട് ഇവിടെ എല്ലാവരും വെളിയിറങ്ങിയിരിക്കും. കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറയുന്നു. നമ്മുടെ മാമൻ ഇതാണ് ഗൈസ് കല്യാണം ചെറുക്കനായി വരുന്നത്. വന്ന് കയറിയത് കഴിക്കാൻ വന്നിരിക്കുന്നത്. കല്യാണം ഒന്നും കാണുന്നില്ല. ഫുഡ് മെയിൻ. ഞങ്ങളായിട്ട് വന്നിരുന്നല്ല, ഞങ്ങളെ പിടിച്ചു കൊണ്ടിരുന്നതൊക്കെ. ഇതിപ്പോ നമ്മള് അവിടുന്ന് ഇവിടെ കഴിക്കാൻ വേണ്ടി വന്ന പോലെ പോയി. ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി പോയതാണ്. അതൊക്കെ അത് കഴിച്ചു നോക്കൂ. അത് ഓക്കെയാണോ? അപ്രൂവ്ഡ്.
കഴിക്കൂ, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. സൂപ്പറാണോ? അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം. നല്ല മുറുക്ക പപ്പടൊക്കെ. മാമന് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കഴിച്ചു ഫുഡൊക്കെ. 3 റൗണ്ടൊക്കെ ചോറ് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. എന്ത് കുളമ്പാ? മാമ കുളമ്പൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കഴിച്ചു. ഗൈസ് ഇതൊക്കെ മാമന്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ് ഇവിടുത്തെ. അടിപൊളിയാ. തമിഴ്നാട്ടിൽ നിന്ന് കല്യാണം കൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാ. നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഇവരുടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്നു. കല്യാണത്തിന്റെ സ്പെഷ്യലാട്ടോ. എവിടെയുണ്ട്? ഇതാണ് ചെറുക്കരപ്പേട്ട. ഇവിടെ ഫ്ലെക്സ് വെക്കുന്ന കൊണ്ടുണ്ട്. ചെറുക്കനും പെണ്ണും പഠിച്ചതൊക്കെ അവരുടെ ഫോട്ടോ കണ്ടിട്ട് MSc ബയോകെമിസ്ട്രി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രസവാട് കല്യാണ മൊത്തത്തിൽ. എന്താ കല്യാണത്തെ പറ്റി അഭിപ്രായം? കല്യാണത്തെ പറ്റി നിറയെ അഭിപ്രായം. കല്യാണം നമ്മുടെ 21 വർഷമായിട്ട് തമിഴ്നാട്ടിൽ നമ്മുടെ ബന്ധുവായ ചുരുളിയപ്പൻ്റെ കൊച്ചുമകൻ്റെ കല്യാണത്തിനാണ് നമ്മളിവിടെ വന്നത്. 21 വർഷമായിട്ട് ഈ കുടുംബമായിട്ടുള്ള ബന്ധമാണ്. ഇവിടുത്തെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ വിളിക്കാറുണ്ട്, വരാറുണ്ട്. അങ്ങനെയുള്ള കല്യാണത്തിനാണ് നമ്മൾ വന്ന് പങ്കെടുത്തിരിക്കുന്നത്. കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു. കല്യാണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണം കണ്ടില്ലല്ലേ? കല്യാണം കണ്ടില്ല. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് ഫുഡ് കഴിച്ചു. ജസ്റ്റ് വന്ന് കയറുന്നു, നമ്മളെ ആഹാരം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കും. ആഹാരം അങ്ങനെ ഉണ്ടായിരുന്നു? പറ. ആഹാരം സൂപ്പർ ആയിരുന്നു. കാരണം രാവിലെ ഞാൻ കാപ്പി കുടിച്ചില്ലായിരുന്നു. കുളമ്പ് അതൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, ഞാൻ സാലഡ് കൂട്ടിയാ കഴിച്ചു. യെസ്, ആൻഡ് ഫൈനലി ഇതാ നമ്മുടെ വണ്ടി എത്തി ഗൈസ്. നമ്മളിതാ പോവുകയാണ് ഗൈസ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പോകുകയാണ് ഗൈസ്. നമ്മളെ ഇവരുടെ തോട്ടത്തിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ സ്വന്തം ആളാ. പുള്ളിയുടെ പേരെന്തുവാ? സതീഷ് പൂസാലപ്പെട്ടിയാണ് നമ്മളെ നയിക്കുന്നത്. കേരളമായിട്ട് നല്ല കണക്ഷനാണ്. കായംകുളത്ത് പുള്ളി കുറച്ച് നാള് ഒരു 5-8 കൊല്ലം കായംകുളത്തുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു മലയാളം പറയും. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പുള്ളിയെ വിളിച്ചാണ് പറയുന്നത്. അതെ, നമ്പർ കോൺടാക്ട് ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ്. കല്യാണത്തിനിടയ്ക്ക് അതാണ് നമുക്കുള്ള സ്പെഷ്യാലിറ്റി. കല്യാണ സമയത്ത് നമ്മളെ വിളിച്ച് തോട്ടത്തിൽ കൊണ്ടുപോയി. നേരത്തെ വന്നിട്ടുള്ള പലതാണ് നമ്മുടെ ഈ സാറും എല്ലാം നമ്മുടെ ഉമ്മക്കാട് ഓപ്പോസിറ്റ് സൈഡ് ഓർത്തിരിക്കുവായിരുന്നു. അത് ഫുൾ ലാസ്റ്റ് വരെ ഉണ്ട്. ഇത് നമുക്ക് പുതുതായിട്ട് മേടിച്ച തോട്ടമാണോ? നേരത്തെ ഉണ്ടായിരുന്നോ? പുതിയതായിട്ട് മേടിച്ചത് അതിന്റെ അപ്പുറത്താ. അതുകൊണ്ട് പറഞ്ഞായിരുന്നു. മറ്റേതില്ലേ, ഇതിന്റെ മേലില് മറ്റേ കൃഷ്ണമൂർത്തിയില്ലേ? ചുരുളിയപ്പന്റെ ചേട്ടനാണ് കൃഷ്ണമൂർത്തി. അല്ല, അനിയനാണ് കൃഷ്ണമൂർത്തി. ചുരുളിയപ്പം മരിച്ചിട്ട് ഇപ്പൊ 5-6 വർഷം അല്ലേ? 2017. അപ്പം 8 വർഷം. ചുരുളിയപ്പം മരിച്ചു കഴിഞ്ഞ് താത്തായന അവന്റെ മക്കളെ നോക്കണം. നമ്മുടെ സതീഷ് സ്ഥലംപെട്ടി നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്ന ആളാണ്. പിന്നെ പുള്ളി കായംകുളത്തായിരുന്നു പറയുന്നത്. കായംകുളത്തോടെ മണ്ണഞ്ചേരി അതല്ലേ? ആലപ്പുഴ മണ്ണഞ്ചേരിയിലുണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്ക് ഇവിടെ വരുന്ന മലയാളികളുമായിട്ട് ഏറ്റവും സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന പുള്ളിയാണ് സതീഷ്. ഒരു ഹായ് പറഞ്ഞു. ഹായ്.
ഗൈസ് സന്തോഷമായിട്ട് നമുക്ക് മുന്തിരി ലൈവായിട്ട് പറിച്ചിരുന്നു. യെസ്, നമ്മുടെ MSRന്റെയും ജെനീസ് ഗ്രേപ്സിലൊക്കെ ചെല്ലുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ കയറിയ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പിടിക്കാനോ എടുക്കാനോ പറ്റില്ല. സന്തോഷമായിട്ട് ലൈവായിട്ട് നമുക്ക് പറിച്ചു തരുന്നു. നിങ്ങൾ തന്നെ പറിച്ചോ, കുഴപ്പമില്ല. എന്നാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറിച്ചോ, കുഴപ്പമൊന്നും പറയുന്നുണ്ട്. എടുത്തോ, എന്നാ പറിച്ചോ. റോസായില്ലേ, ഇപ്പൊ ഇത് റോസല്ലേ? അപ്പൊ ഇതൊക്കെ ഇനിയും കൂടി ബ്ലാക്ക് ആകും. മറ്റേ ശകലങ്ങൾ മറ്റേ ജ്യൂസ് അടിക്കുന്ന റോസ് മുന്തിരിയില്ലായിരുന്നു, ആ ടൈപ്പ് ആകും. അതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. കണ്ടല്ലേ ഗൈസ്, എന്താ അഭിപ്രായം? ഗുഡ് അഭിപ്രായം. കൊള്ളാം, ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് തിരിയാം. നമുക്ക് ലഡാക്കയും കൂടെ ഒന്ന് കണ്ടിട്ട് ഇനി ഒരക്കയും കൂടെ ഉണ്ട്. വൈദിശാല കണ്ടിട്ട് വീട്ടിൽ പോകാം. അതെ, അത് തന്നെ, വീട്ടിൽ പോകാം. 100 കൊടുക്കും. என்ன அபி அப்புறம் எப்படி போய் கல்யாணத்தை போட்டுட்டாங்க அவங்க குடிச்சிட்டு வந்து கொடுங்க. ഞാനിങ്ങനെ നിറയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കില്ല പെണ്ണു ഫോട്ടോ എടുത്ത് കൊയ്യാമ്പഴം ഗൈസ്, മാമൻ കൊയ്യാമ്പഴം വാങ്ങിക്കാൻ പോവാ. കൊയ്യാമ്പഴം എന്താണ്? നമ്മുടെ പേരൊക്കെ ഇവർക്കത് കൊയ്യാമ്പഴം. കൊയ്യാമ്പഴം. രണ്ട് മക്കൾ, ഇത് മൂത്ത മകള്, ഇത് രണ്ടാമത്തെ മകള്. ഇതാണ് ഇവിടെ തിരുമുന്ന സ്ഥലം. ഗൈസ്, കഴിച്ച ഫുഡൊക്കെ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് മാമൻ പൈനാപ്പിൾ പോയിട്ട് ബിരിയാണി കഴിക്കുന്നത്. അതുകൊണ്ട് കുമളി എത്തുമ്പോഴത്തേക്ക് ദഹിക്കണം, വയറ് സ്പേസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, പേരൊക്കെ ഇരിക്കണം. ജിമ്മാനാണ് ഗൈസ്. ടീഷർട്ടൊക്കെ നോക്കാൻ വന്നിരിക്കുക തമിഴ്നാട്ടിൽ. 99 ഷോപ്പ്. 99 ഷോപ്പ്. കൊള്ളാം, നല്ല പ്രിന്റ്. എടുക്ക്. സൈസ് നോക്കാത്തല്ലേ? XXL വേണോ? അത് ലാർജാ, അല്ല മീഡിയം. സൈസ് ഉണ്ടോ? എമ്മോളോ? XXL ഉണ്ടോ? XL സൈസ് എത്ര? 42 ആണോ? അത് ശരിയായിരിക്കുമല്ലോ. XL നോക്കിയേ. ആ, ഇപ്പൊ ഇട്ടേക്കുന്ന ഷർട്ടിന്റെ അത്രയും. ഒന്നിട്ട് നോക്ക്. അതും കൊള്ളാം. പക്ഷെ അത് മെറ്റീരിയൽ നൈസ് അല്ലേ? നൈസ് ഇടുവോ മാമൻ? ആ, ഫ്രണ്ടിൽ കിടക്കുന്നേ. ആ, അതും രസമുണ്ടാ. രസമുണ്ട് അത്. എടുത്തില്ലേ മാമൻ? ഫുൾ എടുത്തില്ല. വേണ്ട. ഫുൾ കൈ മാമൻ ഇടത്തില്ല. കൊള്ളൂല. ഞാൻ മറിച്ചിട്ടില്ല. പൊടി കൊള്ളാം. എന്തോ ഒരു വശപ്പശക പോലെ. ടൈറ്റ് ഉണ്ടോ? വയറ് തോന്നിക്കുന്നുണ്ടോ? മറ്റേതുണ്ട്
ലൈനിങ് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ. അതൊന്നും ഇട്ട് നോക്ക്. മാവൻ ഇതൊരു ഇങ്ങനത്തെ ഇട്ട് നമ്മള് കണ്ടിട്ടില്ല. ഇവിടെ വന്ന് ഇവരിവിടെ വന്നിട്ട് നമ്മളൊരു തമിഴ് പറയുമ്പോൾ നമുക്കുള്ളതും കൂടെ മനസ്സിലാവത്തില്ല. വീട്ടിലിരിക്കുമ്പോൾ എന്താണ്ടാക്കി അറിയാന്നൊക്കെ ഉള്ള വിചാരമാണ്. ഒരു ഹിന്ദി അറിയത്തില്ല. ഞാൻ കവർ പറയട്ടെ. കീഴെ കവർ എടുക്കാൻ പോയിട്ട് വരാന്നാ പറഞ്ഞേ. താഴെ കവർ എടുക്കാൻ പോയിട്ട് വരാം. ആ എവിടെ ഞാമൻ? എവിടെ ഞാമൻ? എന്നാ ഷോർട്സ് വേണോ? ക്യാൻസൽ. This is our outfit. எப்படி இருக்கு? Okay. Guys, next ചെടി. റോസ കൊള്ളാല്ലേ? കൊള്ളാല്ലേ? പക്ഷെ ഒന്നുമില്ല, നമ്മുടെ അടുത്തുള്ളൊക്കെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഇതിലും ചെടിയുണ്ട്. നെക്സ്റ്റ് കൊള്ളാം. നെക്സ്റ്റ് പരിപാടി ഞം ഞം. കൊള്ളാം, വൈബുണ്ട്. പിന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. നമ്മൾ പാവം മീൽസിൻ്റെ ആളാണ്. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മണ്ടത്തരം. ഓരാന്നും പറഞ്ഞ് പായസം എടുത്ത് ചോറിനകത്ത് ഒഴിച്ചു. ആരാന്ന് പറയത്തില്ല, ഈ ഇരിക്കുന്ന മഹാൻ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഫുഡ് കൊള്ളാം. എൻ്റെ പേരെന്തോ അമ്പാടി അല്ലേ? തേക്കടിയിലെ അമ്പാടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് അല്ല, ഒരു ഹോം സ്റ്റേ റിസോർട്ടൊക്കെ പോലത്തെ ഒരു സ്ഥലം. ഫുഡൊക്കെ കൊള്ളാം. കഴിച്ച് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. ഒക്കെ മാമൻ വന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ഓരോ സ്പോട്ടുകളാണ് ഗൈസ്. കൊള്ളാം. ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് ഞാനിവിടെ ഒന്ന് കയറ്റി. അടിപൊളിയല്ലേ? അടിപൊളി ഫുഡ്. മാമൻ ഓരോന്ന് കണ്ടുപിടിക്കും, ഞങ്ങളെയും കൊണ്ട് വരും. എനിക്കൊരു സങ്കടമുണ്ട്. എന്താ? എൻ്റെ പോർക്ക് ഫ്രൈ മുഴുവൻ കഴിച്ചു തീർത്തല്ലോ ഗൈസ്. അതിൽ കാര്യമില്ല ഗൈസ്. ഈ മാമൻ തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, നിങ്ങൾ കഴിക്കും മക്കളെ, നിങ്ങൾ കഴിക്കും മക്കളെ. നമ്മളത് പറയുന്നത് നിങ്ങളതിന് വേണ്ട മാമാ, വേണ്ട നമ്മളങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ അടുത്ത് തേക്കടി ഹോട്ടൽ അമ്പാടി എന്ന് ആണ് മാമൻ പറഞ്ഞത്, അറിയത്തില്ല. ഹോട്ടൽ അമ്പാടിയാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. ഫുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. വെയിലില്ല, നല്ലൊരു തണുപ്പും കൊള്ളാം. അപ്പോൾ തേക്കടിയിലൊക്കെ വരുന്നവർ ഒന്ന് വരിക. വയസ്സായ ഒരാൾ കിടപ്പുണ്ട്. അത് പൊക്കി കാണിക്കണമെന്നുണ്ട്, പക്ഷേ അവരത് മൂടിയിട്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം എങ്ങനെ നമ്മൾ പോവല്ലേ? കൊള്ളാം. അപ്പോൾ ഓക്കെ ഗൈസ്. കുരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ, വലിഞ്ഞേറി പോന്ന്. എന്നാ പറഞ്ഞാലും അതേ ഉള്ളൂ. എന്തുവാ വാ തുറന്ന് മേലോട്ട് നിക്കാതെ കേട്ടത് പോ. പാവം കഴിഞ്ഞ ചക്കയൊക്കെ ഉണ്ട്. ഗൈസ്, ഒറ്റ മൈൻഡ്. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി പരുന്തുംപാറ പോകാന്ന് പറഞ്ഞു പോകുന്നു. ചായ കുടിക്കുക.
വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ മാമനെ. കിട്ടുമ്പോ മാക്സിമം ഊറ്റുക, യൂട്ടിലൈസ് അല്ല ഊറ്റുക. അല്ല ഇത് തന്നെ പോവാണോ? പിന്നെ അല്ലാണ്ട് ആരും തള്ളത്തൊന്നുമില്ല പറയണ വന്നിട്ട്. കേറിട്ടില്ല, ഞാൻ കേറിയിട്ടുണ്ട് നേരത്തെ. നീ എവിടെ കയറി? ഞാൻ മൈസൂർ പോയി കേറിയിട്ടുണ്ട്. അല്ലാണോ? ഞാൻ കേറിയിട്ടുണ്ട്, സത്യം ഞാൻ കേറിയിട്ടുണ്ട്. മഴയല്ലേ, ഞങ്ങളെന്താ ഉടൻ വരെ കറങ്ങിട്ടല്ലോ. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടെ സിങ്കൻ 2 ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. എവിടെ? പരുന്തുംപാറയല്ലോ. ഇവിടെ 2 ദിവസം വാഗമണ്ണ്, 2 ദിവസം പരുന്തുംപാറ ഷൂട്ടിംഗ് ആയിരുന്നു. അത് ഇവിടെ ഈ പോസ്റ്റ് കാണുന്നത് സ്റ്റോപ്പ്. എവിടെ പാസ്സായോ? അപ്പൊ ഈ പോസ്റ്ററിൽ ജീപ്പൊക്കെ ഇടിപ്പിക്കുന്ന സീനും താഴോട്ടൊക്കെ പോകുന്ന ഒരു സീനും ഒക്കെ ഉണ്ടായിരുന്നു. അമ്പൻ പരിപാടികളായിരുന്നു. 20 20 rupees കാർ ജീപ്പ് ഓട്ടോ പേരിലോട് ഗ്രാമപഞ്ചായത്ത് ഹരിത എഴുതി. പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ അവരെല്ലാം ഇല്ലില്ല. പ്ലാസ്റ്റിക്കിന്റെ കുപ്പി പാസ്സായോ? ക്യാമറയും പറത്തിക്കൊണ്ട് പോയെന്നാ ഞാൻ മേളിൽ പോയി ചായ കുടിക്കണം. ഇവിടെ നോക്കണം. മേളിലെവിടെയാ? അയ്യോ ആം ഒരു 3 കടുങ്ങാപ്പി, അതിൽ 1 കടുങ്ങാപ്പി ഞാൻ വിത്തൗട്ട് കടുങ്ങാപ്പി യൂസ് ചെയ്തു. ഓ കടും ചായ ഉണ്ടോ? എനിക്ക് കടും ചായ മതി. ഒരു കടും ചായയും 2 കടുങ്കാപ്പി. അയ്യോ ഇവിടാണ് ഭയങ്കര മഴ. ചൂട് കടുങ്കാപ്പി, നല്ല ഗ്ലാസ്, നല്ല തണുപ്പ്. വാങ്ങിക്കേ. പെരുന്തൽമണ്ണയില് വിത്തൗട്ടല്ലേ പറയാം. ടീച്ചറുടെ പേരെന്നാ? എങ്ങനെ 2 മുട്ട ഓംപ്ലേറ്റ് മാത്രമോ? ബ്രെഡ് ഓംലെറ്റ് ഗൈസ്. ഊതുന്നു. സൂപ്പർ അല്ലേ? വായിക്കാത്ത ബ്രെഡ് ഓംലെറ്റ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? 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 ഇല്ല. സൂപ്പറാണ്. തടുപ്പ. ഗൈസ് നോക്ക് ഗൈസ്, എന്തൊരു മഞ്ഞാണെന്ന്. അയ്യോ മഞ്ഞ പ്ലസ് മഴ. ഗൈസ് മഞ്ഞ കണ്ടോ ഗൈസ്? വീഡിയോയിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ലെങ്കിലും നല്ല മഞ്ഞ, ശക്തമായ മഞ്ഞാണ്. ശക്തമായ മഞ്ഞ. വണ്ടിയുടെ ഒക്കെ ഇൻഡിക്കേറ്റർ മാത്രം തെളിഞ്ഞു സ്ലോ ആക്കി പോകുന്നു. നമ്മുടെ പിന്നെ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് അയ്യോ വിട്ടടിച്ചങ്ങ് പോവുക. ഗൈസ് ഇവിടെ എന്തോ അവിടെ എന്തോ ഉണ്ട് ഗൈസ്. അവിടെ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നു.
ഐ തിങ്ക് ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു അതൊരു ചെറിയ മിസ്സിംഗ്. അവര് ചിലപ്പോൾ അവിടെ വല്ലതും കാണാൻ വേണ്ടി നിർത്തിയായിരിക്കും. നാട്ടുകാർ മൊത്തം അവിടെ ഇറങ്ങി നോക്കുന്നു എന്താ സംഭവം. എല്ലാവരും ഇവിടെ. അവിടെ ചെറിയൊരു ബ്ലോക്കുമായി. ഗായ്സ്, രാവിലെ 8 മണിക്ക് തുടങ്ങിയ ട്രിപ്പ് വൈകിട്ട് 5:36 കഴിഞ്ഞു. മടുത്ത് ഗൈസ്, തിന്ന് മടുത്ത് ഗൈസ്. മാമൻ കേറുന്നില്ല. ഉറക്കം വന്നിട്ട് വയ്യ. മാമൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നു. ടാറ്റ Bye bye. See you meet again. ടാറ്റ പറ ഡി. See you meet again. ഓക്കെ, അടുത്ത ട്രിപ്പ് പോയിട്ട് ഉടനെ കാണാം. മാമന്